ഹലോ, എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം ഇൻട്രോയ്ക്ക് വേണ്ടി ക്യാമറ പിടിച്ചിരുന്നത് ഇവയായിരുന്നു. അപ്പോൾ ചെറിയ ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു വെരിഗേറ്റഡ് പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ബെർലി മാക്സ് വെരിഗേറ്റഡ് പ്ലാന്റാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വില ഉൾപ്പെടെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ വില പറയുന്ന ഭാഗം മിസ്സാവാതിരിക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വെരിഗേറ്റഡ് പ്ലാന്റ് എങ്ങനെയാണ് നിങ്ങളത് വാങ്ങിക്കുന്നത്, പോട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് കെയർ ചെയ്യേണ്ടത്, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ടുള്ള ബെർലി മാക്സ് വെരിഗേറ്റഡ് പ്ലാന്റ്. ഞാൻ ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ പിടിക്കുന്നത് മോളാണ്. അപ്പോൾ അവൾ ചിരിക്കുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അത് വീഡിയോയിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് ആവും ചിലപ്പോൾ. എല്ലാവരും ഒന്ന് സഹകരിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്ലാന്റ് കാണിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അടുത്തെടുക്കാം. അപ്പോൾ വെരിഗേറ്റഡ് പ്ലാന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സാധാരണ ചെടികളുടെ ഇലകളെന്ന് പറയുമ്പോൾ അത് വരുന്നത് മൊത്തം ഗ്രീൻ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ ഒന്നെങ്കിൽ യെല്ലോ കളർ വരും, അല്ലെങ്കിൽ വൈറ്റ് കളർ കോമ്പിനേഷൻ വരും. അപ്പോൾ അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ വെരിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു നോഡിൽ ഉൾപ്പെടെ ആയിരിക്കും ആ ഒരു വെരിഗേഷൻ വരുന്നത്. അതായത് ക്ലോറോഫില്ലിൻ്റെ അളവ് കുറഞ്ഞിട്ടാണ് ഈ ഒരു വെരിഗേഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വെരിഗേറ്റഡ് പ്ലാന്റ്സ് നമ്മൾ സാധാരണ പ്ലാന്റ് കെയർ ചെയ്യുന്നത് പോലെ അല്ല നമ്മൾ ചെയ്യേണ്ടത്. ചെറിയ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വെരിഗേറ്റഡ് പ്ലാന്റ്സിന് നമ്മൾ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു വളങ്ങളും കൊടുക്കാൻ പാടില്ല. ഇത് ഒരു വെരിഗേറ്റഡ് പ്ലാന്റ് ആണ്. അതായത് ഇത് മോൺസ്റ്ററ ആൽബോ ആണ്, മോൺസ്റ്ററ ഡെലീഷ്യോസ ആൽബോ ആണ്. അപ്പോൾ അത് വൈറ്റ് വെരിഗേഷൻ ആണ് അതിന് വന്നിട്ടുള്ളത്. അത് ആൽബോ എന്ന് പറയും. വൈറ്റ് വരുന്നതിന് ആൽബോ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ യെല്ലോ കളർ വരുന്നതിനെ ഓറിയ എന്നാണ് പറയുന്നത്. ബെർലി മാക്സിനെ നമ്മൾ കോമൺ ആയിട്ടും ബെർലി മാക്സ് വെരിഗേറ്റഡ് എന്നാണ് പറയുന്നത്. വെരിഗേറ്റഡ് പ്ലാന്റ്സിന് നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഒരു വളങ്ങളും കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതായത് മെയിനായിട്ടും നമ്മൾ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു വളമാണ് ചാണകപ്പൊടി. ചാണകപ്പൊടിയിൽ കൂടുതലായിട്ടും ഒരു 80% അടങ്ങിയിട്ടുള്ളത് നൈട്രജനാണ്. അപ്പോൾ ആ ഒരു വളം നമ്മൾ ഈ വെരിഗേറ്റഡ് പ്ലാന്റ്സിന് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ക്ലോറോഫില്ലിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. നൈട്രജൻ കൊടുക്കുമ്പോൾ ചെടിക്ക് പച്ചപ്പ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെരിഗേഷൻ വരേണ്ട ഭാഗങ്ങളെല്ലാം ഫുള്ള് ഗ്രീൻ ആയിട്ട് പോകും. അപ്പോൾ ഈ വെരിഗേറ്റഡ് പ്ലാന്റ്സ് ഫുള്ള് റിവേർട്ടായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ നൈട്രജൻ അടങ്ങിയിട്ടുള്ള NPK വളങ്ങളൊന്നും തന്നെ ഈ വെരിഗേറ്റഡ് പ്ലാന്റ്സിന് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കുന്നവർ വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും മറ്റ് ചെടികളിരിക്കുന്ന ഏതെങ്കിലും ഒരു ചട്ടിയും ആ പോട്ടിംഗ് മിക്സും ആണ് ചിലപ്പോൾ ഈ ഒരു പ്ലാന്റ് വെക്കാനായിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ ഇരുന്ന ആ പോട്ടിലിരിക്കുന്ന ചെടിക്ക് നമ്മൾ ചിലപ്പോൾ നൈട്രജൻ വളങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊന്നും കൊടുത്തിട്ടില്ലല്ലോ, ഈ പ്ലാന്റ് വെച്ചതിന് ശേഷം നമ്മൾ നൈട്രജൻ വളങ്ങൾ ഇട്ടിട്ടില്ല. പക്ഷേ നേരത്തെ ഇരുന്ന ആ ചട്ടിയിലുണ്ടായിരുന്ന നൈട്രജൻ അടങ്ങിയ ആ ഒരു പോട്ടിംഗ് മിക്സിൽ നിന്നും ഈ പ്ലാന്റ് നൈട്രജൻ വലിച്ചെടുക്കുകയും അതുപോലെ തന്നെ ഈ പ്ലാന്റ് റിവേർട്ടായി പോവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്ലാന്റിന് എപ്പോഴും നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പോട്ട് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അതായത് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന നല്ല ഒരു ചെടിച്ചട്ടി വേണം എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചെടിച്ചട്ടി വെക്കാനായിട്ട് നമ്മൾ അത്യാവശ്യം നല്ല സൂര്യപ്രകാശം ബ്രൈറ്റായിട്ട് നല്ല പ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം ചെടി വെക്കാൻ എന്ന് കരുതി ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന വെയിലത്ത് കൊണ്ട് വെക്കണമെന്നല്ല. നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന ഏതെങ്കിലും ഭാഗത്ത് വേണം ഈ ഒരു ചെടി വെക്കാനായിട്ട്. കൃത്യമായിട്ട് നമ്മളിത് നനച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇൻഡോറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ജനലിൻ്റെ സൈഡിനൊക്കെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് ഈ വെരിഗേറ്റഡ് പ്ലാന്റ്സിന് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റിൽ കൊണ്ട് വെക്കരുത്, ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകും, ഡാമേജ് ആയി പോകും ലീഫൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇത് ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ് കൂടുതലായിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് നല്ല സൂര്യപ്രകാശം, നല്ല ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റും ആവശ്യമുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പ്ലാന്റിൻ്റെ വാട്ടറിംഗ് ആണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അധികം ഓവർ കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഏതൊരു ചെടി നട്ടാലും, അതിപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്നല്ല ഏതൊരു ചെടി നട്ടാലും
ചട്ടിയിൽ നിന്നും വെള്ളം ഊർന്ന് അധികമായിട്ടുള്ള ജലം വാർന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ള സംവിധാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം വേര് പെട്ടെന്ന് തന്നെ ഈ വെള്ളം നിന്നിട്ട് ചീഞ്ഞു പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. മറ്റ് ചെടികൾ അല്ലെങ്കിൽ മറ്റ് ചെടികൾ നട്ടുവച്ചിരുന്ന മണ്ണെടുത്ത് ഇത് പോട്ട് ചെയ്യാതിരിക്കുക. ഒന്നാമത്തെ കാര്യം, പുതിയതായിട്ട് എവിടെന്നെങ്കിലും കുറച്ച് മണൽ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് തന്നെ ഉള്ള മണ്ണും കുറച്ച് ചകിരിച്ചോറും ചേർത്ത് നമുക്കിതിൻ്റെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാവുന്നതാണ്. ഇത് നടാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയുടെ താഴെ കുറച്ച് ഓടും കഷ്ണങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ചകിരിയുടെ അതായത് കുറച്ച് തൊണ്ടിൻ്റെ പീസുകളോ ഒക്കെ അടുക്കി നിരത്തി വെക്കുന്നത് നല്ലതായിരിക്കും. വെള്ളം വാർന്നു പോകാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് വളപ്രയോഗവും കാര്യങ്ങളും ഒന്നും ഇതിന് വലുതായിട്ട് ആവശ്യമില്ല. വേരിഗേറ്റഡ് പ്ലാന്റ്സിന് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലൈറ്റാണ്, അല്ലെങ്കിൽ പ്രകാശവും പിന്നെ ഈ ഒരു വാട്ടറിങ്ങും. ചെടി വളരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ചട്ടിയൊന്ന് മാറ്റി കൂടി കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കാനായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് 850 രൂപയാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് 850 രൂപ. കേരളത്തിനകത്തുള്ള പ്രൈസാണ് 850 രൂപ. കേരളത്തിന് പുറത്തേക്ക് വരുമ്പോൾ കൊറിയർ ചാർജിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വിലയാണ് 850 രൂപ. അത് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ്. DTDC കൊറിയർ വഴിയാണ് നമ്മൾ ഇത് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് എല്ലാം സെയിൽ പ്ലാന്റ്സിൻ്റെ സൈസാണ് ഈ ഒരു പോട്ട് ഉൾപ്പെടെ അല്ല, പോട്ടിൽ നിന്നും മാറ്റിയിട്ടായിരിക്കും നമ്മൾ അയച്ചു തരിക. കാരണം പോട്ട് നല്ല ഹെവിയാണ്, നല്ല വെയിറ്റ് ഉണ്ട്. ഏകദേശം ഒരു 2-2.5 കിലോയോളം വെയിറ്റ് ഉണ്ട് പോട്ടിന്. അപ്പോൾ പോട്ട് ഉൾപ്പെടെ അയക്കുമ്പോൾ ഇത് പ്ലാന്റ് ഡാമേജ് വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ഭംഗിയായിട്ട് ഈ റൂട്ടൊന്നും ഡാമേജ് വരാത്ത രീതിയിൽ റാപ്പ് ചെയ്തിട്ടാണ് അയച്ചു തരിക. അപ്പോൾ ഈ കാണുന്നതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി വാട്സപ്പ് നമ്പർ സേവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റായിട്ട് വാട്സപ്പ് അയക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീഡിയോ എടുത്ത് തരുന്നത് ഇവയാണ്. ഇവയ്ക്ക് 5 വയസ്സേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ചെറിയ പോരായ്മകളൊക്കെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ അതെല്ലാം എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസ് കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചെടികളെ ഇഷ്ടപ്പെടുന്നവരിലേക്ക് നിങ്ങളുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ. ഇവ ടാറ്റ പറ. ഓക്കെ.